ടാർഗറ്റ്, പ്രൊട്ടക്റ്റ്, ഇഗ്നോർ ഈ ഒരു ടാസ്കിൽ ശരിക്കും ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗബ്രീനെയാണെന്ന് പറയുന്നു. ജാസ്മിനുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചും ജാസ്മിനുമായിട്ട് അതായത് ചേർന്നിട്ട് ഗെയിം കളിക്കുന്നതിനെ കുറിച്ചും ജാസ്മിനെ ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യാണെന്നുള്ള കാര്യവും അതുപോലെ തന്നെ ഈ അവസാനം ഗബ്രി തന്നെ ജാസ്മിനെ ഇവിടുന്ന് പുറത്താക്കും എന്നുള്ള കാര്യവുമാണ് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗബ്രി ഒരു ദിവസം ഉണ്ടാക്കിയ വഴക്ക് കൂടൽ നാടകത്തെക്കുറിച്ച്, രാത്രി ഉണ്ടാക്കിയ ആ ഒരു വഴക്കൂടുന്ന നാടകത്തെക്കുറിച്ചും എല്ലാം ജിൻഡോ വ്യക്തമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ജിൻഡോക്ക് അതിനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇപ്പം മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ചില കാര്യങ്ങളും അല്ലെങ്കിൽ കള്ളത്തരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളും പറയാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റ് എടുത്തെടുത്ത് പറയാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കണമല്ലോ. അപ്പോൾ ഗബ്രീനെ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോ ആണ്, ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രിയാണ്. അപ്പോൾ ഗബ്രി ഓൾറെഡി നേരത്തെ വന്നിട്ട് ഗബ്രി ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ജിൻഡോൻ്റെ മേലിൽ ഒട്ടിച്ചിട്ട് പോയി. അപ്പോൾ പിന്നീട് നടന്നതെന്ന് വെച്ചാൽ ജിൻഡോ ഇതുപോലെ തിരിച്ചിട്ട് ഗബ്രിക്ക് സ്റ്റിക്കർ ഒട്ടിക്കണമല്ലോ. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോണ സമയത്ത് ഗബ്രി പറയാണ്, ഇല്ല എനിക്ക് വയ്യ, ഇയാൾ എൻ്റെ മേലിൽ സ്റ്റിക്കർ ഒട്ടിക്കണ്ട, ഞാൻ തന്നെ ഒട്ടിച്ചോളാം. അതായത് മെൻ കാർഡ് ഇറക്കി കളിക്കുവാണ് ഗബ്രി. വളരെ ചീപ്പായിട്ടുള്ള ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി. എന്താ പറയുക, നല്ലൊരു ഗെയിമർ നല്ല രീതിയിൽ കളിച്ചിട്ട് പോവായിരുന്നെങ്കിൽ നല്ലൊരു ഗെയിമറായിട്ട് വരേണ്ട ഒരാൾ തന്നെയായിരുന്നു ഗബ്രി. പക്ഷെ ഒരു മോശം സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ആകെ കളഞ്ഞു കുടിച്ചിട്ടാണ് ഗബ്രി ഈ ഒരു കോലത്തിൽ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ജിൻഡോ ഒട്ടിക്കാൻ പറ്റത്തില്ല, എൻ്റെ ദേഹത്ത് ഒട്ടിക്കണ്ട, എനിക്ക് ഓക്കെ അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഗബ്രിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഗബ്രി വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞു, അത് പറ്റത്തില്ല, എല്ലാവർക്കും ഒരുപോലെയാണ്, അതായത് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ഇരുന്ന കണ്ടസ്റ്റൻസ് ബാക്കിയുള്ളവർക്കാണെങ്കിലും അത് ഗബ്രി പറഞ്ഞ കാര്യത്തിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരും പറഞ്ഞിരുന്നു അവരോട് അങ്ങനെയൊന്നും പറയരുതെന്ന് അവരും പറഞ്ഞതായിരുന്നു. പക്ഷേ എല്ലാവരും തകർത്തുകൊണ്ട് ഗബ്രി ഒരിക്കലും വിചാരിച്ചില്ല ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യൂലെന്ന്. അപ്പോൾ ബിഗ് ബോസ് അത് ഒറ്റയടിക്കങ്ങ് തകർത്തു. നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് പറഞ്ഞു. ആകെ ചമ്മി നാറി ഇരിക്കുകയായിരുന്നു ഗബ്രി. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ചമ്മി നാറി എന്നൊക്കെ പറയാം, അങ്ങനത്തെ രീതിയിലായിരുന്നു ഗബ്രി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ജിൻഡോ തന്നെ വന്നിട്ട് ഗബ്രീൻ്റെ നെറ്റി തന്നെ ഒട്ടിച്ചു കൊടുത്തു. തന്നെ നല്ല രീതിയിൽ ചമ്മിയിട്ടുണ്ടായിരുന്നു ഗബ്രി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.